ചെറിയ കുട്ടിയായിരുന്ന കാലത്ത് ഉഖബത്തിൻ്റെ ആടുകളെ മേയ്ക്കുകയായിരുന്നു അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജോലി. ഒരു ദിവസം നബി തങ്ങളും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും അദ്ദേഹത്തിൻ്റെ മേച്ചിൽ സ്ഥലത്തിലൂടെ നടന്നു പോവുകയായിരുന്നു. അവർ അദ്ദേഹത്തിൻ്റെ അടുത്തു വന്ന് കുടിക്കാൻ കുറച്ച് പാൽ ആവശ്യപ്പെട്ടു. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, "ഈ ആടുകളുടെ ഉടമസ്ഥനല്ല ഞാൻ, എനിക്ക് പാൽ നൽകാൻ പാടില്ല." നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, "എങ്കിൽ പ്രസവിക്കാത്ത ഒരാടിനെ കൊണ്ടുതരാമോ?" അദ്ദേഹം ഒരു ചെറിയ ആട്ടിൻകുട്ടിയെ കാണിച്ചു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൻ്റെ അകിട് തടവിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച ശേഷം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കൽപാത്രത്തിലേക്ക് പാൽ കറന്നെടുത്തു. എന്തൊരത്ഭുതം! ആ ആട്ടിൻകുട്ടി പാൽ ചുരത്തി, ശുദ്ധമായ പാൽ. അവർ അത് കുടിച്ച് ദാഹം തീർത്തു. അതിൻ്റെ അകിട് സാധാരണ നില പ്രാപിക്കുകയും ചെയ്തു. ഇബ്നു മസ്ഊദിൻ്റെ ജീവിതം തന്നെ ഒരു വലിയ അത്ഭുതമായിരുന്നു. മക്കയിലെ പർവ്വത പ്രാന്തങ്ങളിൽ ആടുമേച്ച് ബാല്യം കഴിച്ച നിർധനനും വിദ്യാവിഹീനനും പാവപ്പെട്ടവനുമായ ഒരു കൃഷകാത്രൻ അനന്തരം ചരിത്രത്തിൽ മായാത്ത സ്ഥാനം കരസ്ഥമാക്കി മുസ്ലിം സമുദായത്തിൻ്റെ നേതാവായി തീർന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അർക്കമിൻ്റെ വീട്ടിൽ വെച്ച് പ്രബോധന പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഇബ്നു മസ്ഊദ് ഇസ്ലാം അവലംബിച്ചു. ഇസ്ലാമിൽ പ്രവേശിച്ച 6ാമത്തെ വ്യക്തിയായിരുന്നു അദ്ദേഹം. പരിശുദ്ധ ഖുർആൻ ആദ്യമായി ശത്രുക്കളുടെ സദസ്സിൽ ചെന്ന് ഉച്ചത്തിൽ ഓതിക്കേൾപ്പിച്ചത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില അനുചരന്മാർ മക്കയിൽ ഇരിക്കുകയായിരുന്നു. അവർ പലതും സംസാരിച്ചു കൊണ്ടിരുന്നു. കൂട്ടത്തിൽ അവർ പറഞ്ഞു, "ഖുറൈശികൾ നമ്മുടെ ഖുർആൻ ഉച്ചത്തിൽ ഓതി കേട്ടിട്ടില്ലല്ലോ, ആരാണ് അതൊന്ന് അവരുടെ സദസ്സിൽ പോയി കേൾപ്പിക്കുക?" ഇബ്നു മസ്ഊദ് പറഞ്ഞു, "ഞാൻ കേൾപ്പിക്കാം." അവർ പറഞ്ഞു, "നീ പോകരുത്. അവർ അക്രമത്തിന് മുതിർന്നാൽ അത് തടയാൻ പറ്റിയ ബന്ധുമിത്രാദികളുള്ള ആരെങ്കിലും പോകണം." അദ്ദേഹം പറഞ്ഞു, "ഞാൻ തന്നെ പോകും, എന്നെ അള്ളാഹു രക്ഷിക്കും." ഇബ്രാഹിം മഖാമിൻ്റെ അടുത്ത് ഖുറൈശി പ്രമുഖർ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇബ്നു മസ്ഊദ് കയറി ചെന്നു ഉച്ചത്തിൽ തൻ്റെ സുന്ദരമായ ശബ്ദത്തിൽ ബിസ്മി ചൊല്ലി സൂറത്തുർ റഹ്മാൻ ഓതാൻ തുടങ്ങി. "എന്താണ് ഇയാൾ പറയുന്നത്?" അവർ തമ്മിൽ ചോദിച്ചു. "അവൻ മുഹമ്മദിൻ്റെ ഖുർആൻ ഓതുകയാണ്," ഒരാൾ പറഞ്ഞു. "അത്രയ്ക്കായോ?" അവർ എഴുന്നേറ്റ് ചെന്ന് ഇബ്നു മസ്ഊദിനെ പിടിച്ചടിച്ചു, മുഖം പൊട്ടിച്ചു. അദ്ദേഹം രക്തമൊലിച്ചുകൊണ്ട് സ്നേഹിതന്മാരുടെ അടുത്ത് മടങ്ങിച്ചെന്നു. അവർ പറഞ്ഞു, "ഞങ്ങൾ ഭയപ്പെട്ടത് തന്നെ സംഭവിച്ചു." ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, "അത് പ്രശ്നമേയല്ല. ഞാൻ വേണമെങ്കിൽ നാളെയും അവരുടെ അടുത്ത് ചെന്ന് ഇങ്ങനെ ഓതി കേൾപ്പിക്കും." ജീവിത ബഹളങ്ങളിൽ നിന്നെല്ലാം വിമുക്തനായ ഒരു പാവപ്പെട്ടവനായിരുന്നു ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. പരമദരിദ്രനും ശാരീരികമായി മെലിഞ്ഞ് നീളം കുറഞ്ഞ ആളും സ്ഥാനമാനങ്ങളിൽ അപ്രശസ്തനുമായിരുന്നു. പക്ഷേ ഇസ്ലാം അദ്ദേഹത്തിന് ദാരിദ്ര്യത്തിൻ്റെ സ്ഥാനത്ത് കിസ്റായുടെയും കൈസറിൻ്റെയും ഖജാനയേക്കാൾ വലിയ ഭാഗ്യവും ശാരീരികമായ കഴിവുകുറവിന് പകരം ഏത് സ്വേച്ഛാധിപതിയെയും കീഴ്പ്പെടുത്താനുള്ള മനക്കരുത്തും നൽകി. മാന്യതയും വിജ്ഞാനവും നൽകി ഇസ്ലാം അദ്ദേഹത്തെ ചരിത്രത്തിൻ്റെ താളുകളിൽ മുൻപന്തിയിൽ പ്രതിഷ്ഠിച്ചു. യാതനയുടെയും വേദനയുടെയും നീറുന്ന കാലഘട്ടത്തിൽ പരിശുദ്ധ ഖുർആൻ സൂക്തങ്ങൾ ഭീകരന്മാരായ ശത്രുക്കളുടെ മുമ്പിൽ ഉച്ചത്തിൽ ഓതി കേൾപ്പിച്ച് അക്രമം സഹിച്ചതിൻ്റെ പ്രതിഫലമായി അള്ളാഹു കനിഞ്ഞു നൽകിയ സ്ഥാനത്തിൻ്റെ ദൃഷ്ടാന്തമല്ലേ നബി തങ്ങളുടെ ഈ അംഗീകാരം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, "ഇബ്നു മസ്ഊദിൻ്റെ ഉപദേശം നിങ്ങൾ സ്വീകരിക്കുക. ഖുർആൻ അതിൻ്റെ അവതരണ രൂപത്തിൽ കേൾക്കണമെങ്കിൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഓതുന്നത് കേൾക്കുക. ഖുർആൻ തനതായ രൂപത്തിൽ പാരായണം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഇബ്നു മസ്ഊദിൻ്റെ പക്കൽ നിന്ന് പഠിക്കുക." അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖുർആൻ പാരായണം കേൾക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വലിയ കൗതുകമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ അദ്ദേഹത്തെ വിളിച്ച് തനിക്ക് ഖുർആൻ ഓതി കേൾപ്പിച്ചു തരണമെന്നാവശ്യപ്പെട്ടു. അദ്ദേഹം ചോദിച്ചു, "നബിയെ, ഞാൻ അങ്ങേക്ക് ഓതി കേൾപ്പിക്കുകയോ? ഖുർആൻ അവതരിച്ചത് തന്നെ അങ്ങേക്കല്ലേ?"
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മറ്റൊരാളുടെ ഓത്ത് കേൾക്കുന്നത് എനിക്ക് വളരെ ഇഷ്ടമാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഓതാൻ തുടങ്ങി. സൂറത്തുൻ നിസാ ആയിരുന്നു ഓതിയിരുന്നത്. പരലോകത്തെയും അന്ത്യദിനത്തെയും സ്പർശിക്കുന്ന ഭാഗമെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പൊട്ടിക്കരഞ്ഞു. ഖുർആനെക്കുറിച്ച് അഗാധമായ പാണ്ഡിത്യമുണ്ടായിരുന്നു അദ്ദേഹത്തിന്. അദ്ദേഹം പറയുന്നത് നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വായിൽ നിന്ന് നേരിട്ട് ഞാൻ 70ഓളം സൂക്തങ്ങൾ പഠിച്ചു. ഒരാളും അതിൽ എന്നോട് കിടമത്സരം നടത്തേണ്ടതില്ല. ഖുർആനിലെ ഓരോ വചനങ്ങളും ഏത് വിഷയത്തെക്കുറിച്ചാണ് അവതരിച്ചതെന്ന് എനിക്കറിയാം. അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തെക്കുറിച്ച് എന്നേക്കാൾ അറിയുന്ന മറ്റാരുമില്ല. ഇനി കൂടുതൽ അറിയുന്ന മറ്റാരെക്കുറിച്ച് കേട്ടാലും ഞാൻ അയാളുടെ അടുത്തെത്തുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യം സ്വഹാബിമാർ ശരിക്കും മനസ്സിലാക്കിയിരുന്നു. അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു പറയുന്നു, ഈ മഹാപണ്ഡിതൻ ജീവിച്ചിരിപ്പുള്ളപ്പോൾ ദീനിൻ്റെ കാര്യം ഞങ്ങളോട് ചോദിക്കേണ്ടതില്ല. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇബ്നു മസ്ഊദ് പാണ്ഡിത്യത്തിൻ്റെ നിറകുടമാണ്. ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുന്നു, ഔന്നത്യത്തിലും മാർഗദർശനത്തിലും നടപടിക്രമത്തിലും ഇത്രത്തോളം നബി തങ്ങളോട് തുല്യതയുള്ള മറ്റൊരാളെയും ഞാൻ കണ്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാഗ്യശാലികളായ അനുയായികൾ അദ്ദേഹം അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത ആളാണെന്ന് മനസ്സിലാക്കിയിരുന്നു. ഒരു ദിവസം അലി റളിയല്ലാഹു അൻഹുവും ചില സ്വഹാബി പ്രമുഖരും സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. സ്വഹാബിമാർ അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, സൽ സ്വഭാവം, അഗാധ പാണ്ഡിത്യം, നല്ല സഹവർത്തിത്വം, അപാര ഭക്തി എന്നിവയിൽ ഇബ്നു മസ്ഊദിനെ കവച്ചു വയ്ക്കുന്ന മറ്റാരെയും ഞങ്ങൾ കാണുന്നില്ല. അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഇത് ഹൃദയമറിഞ്ഞുകൊണ്ട് തന്നെയാണോ നിങ്ങൾ പറയുന്നത്? അവർ പറഞ്ഞു, അതെ. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹു ആണ് സത്യം. അദ്ദേഹത്തെക്കുറിച്ച് എൻ്റെ അഭിപ്രായം ഇതിനേക്കാൾ വലുതാണ്. അദ്ദേഹം ഖുർആൻ ഓതുന്നു, ഹലാലും ഹറാമും വേർതിരിച്ച് വിശദീകരിക്കുകയും ചെയ്യുന്നു. സുന്നത്തും ദീനും ശരിക്കും അറിയുന്ന പണ്ഡിതനുമാണ് അദ്ദേഹം. തൻ്റെ മറ്റു സ്നേഹിതന്മാർക്ക് ലഭിക്കാത്ത പല ഭാഗ്യങ്ങളും അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ലഭിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നർത്ഥം വരുന്ന സാഹിബു സവാദ് എന്ന് അവർ അദ്ദേഹത്തെ വിളിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തി ജീവിതവുമായി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അത്രമാത്രം അടുത്ത് ബന്ധം പുലർത്തിയിരുന്നു. എപ്പോഴും നബി തങ്ങളുടെ വീട്ടിൽ അദ്ദേഹം ഉണ്ടാകും. എപ്പോഴും അവിടെ കടന്നു ചെല്ലാൻ അനുവാദവുമുണ്ടായിരുന്നു. യാത്രയിലായാലും നാട്ടിലായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി അദ്ദേഹം അടുത്ത് സഹവസിച്ചു. എല്ലാ യുദ്ധങ്ങളിലും സംബന്ധിക്കുകയും ചെയ്തു. ഇസ്ലാമിൻ്റെ കഠിന ശത്രുവായ അബൂജഹലിൻ്റെ വധത്തിൽ അദ്ദേഹത്തിന് പങ്കുണ്ടായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ ഖിലാഫത്ത് കാലത്ത് അദ്ദേഹത്തെ കൂഫയിലെ ബൈത്തുൽ മാലിൻ്റെ അധിപനായി നിശ്ചയിച്ചു. കൂഫ നിവാസികളെ ഇങ്ങനെ ഉപദേശിക്കുകയും ചെയ്തു, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്നേഹിതനെയാണ് ഞാൻ അങ്ങോട്ട് നിയോഗിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൽ നിന്ന് നിങ്ങൾ വിജ്ഞാനം നേടുകയും ദീൻ പഠിക്കുകയും ചെയ്യുക. മറ്റാർക്കും നേടാൻ കഴിയാത്ത വിധം അവിടുത്തെ ജനങ്ങളുടെ പ്രീതി അദ്ദേഹം കരസ്ഥമാക്കി. കൂഫക്കാരുടെ ഏകകണ്ഠമായ പ്രീതിക്ക് ഭാജനമാവുക എന്നത് അസംഭവ്യമായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു തൻ്റെ ഭരണകാലത്ത് അദ്ദേഹത്തെ കൂഫയിൽ നിന്ന് സ്ഥാനഭ്രഷ്ടനാക്കി. കൂഫക്കാർ അദ്ദേഹത്തോട് അവിടെ തന്നെ നിൽക്കാൻ ആവശ്യപ്പെടുകയും അദ്ദേഹത്തിന് ആവശ്യമായ സംരക്ഷണം നൽകാമെന്ന് വാഗ്ദത്തം ചെയ്യുകയുമുണ്ടായി. അതിന് അദ്ദേഹം നൽകിയ മറുപടി അദ്ദേഹത്തിൻ്റെ നേതൃബഹുമാനത്തെയും അച്ചടക്കത്തെയും വിളിച്ചോതുന്നു. അദ്ദേഹം പറഞ്ഞു, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ അനുസരിക്കേണ്ടത് എൻ്റെ കർത്തവ്യമാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗം കൊണ്ട് സുവിശേഷം അറിയിച്ച മഹാന്മാരായ സ്വഹാബിമാരിൽ ഒരാളായിരുന്നു ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഖലീഫമാരുടെയും കാലത്ത് നടന്ന എല്ലാ സുപ്രധാന യുദ്ധങ്ങളിലും അദ്ദേഹം പങ്കെടുത്തു. പേർഷ്യൻ റോമ യുദ്ധങ്ങളിലും അദ്ദേഹം പങ്കുകൊണ്ടു. ഇസ്ലാമിൻ്റെ സുവർണദശയിൽ അനുഗ്രഹീതമായ വിജയങ്ങൾ കൺകുളിർക്കെ കണ്ടുകൊണ്ട് ആ പുണ്യവ്യക്തി മൺമറഞ്ഞു.